പ്രണവിൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് ആൾക്കാരാണ് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ചീസ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് ആദ്യം വേണ്ടത് താഴെ റിമൂവ് ആക്കാൻ പറ്റുന്ന ഒരു ട്രേ ആണ്. പക്ഷെ അത് നമ്മളെടുത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിൻ്റെ താഴെ ഭാഗം നമ്മൾ കട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ കേക്ക് ആ പാത്രത്തിൽ നിന്ന് റിമൂവ് ആക്കണ്ടെന്നുണ്ടെങ്കിൽ സാധാ ഒരു പുഡിംഗ് പാത്രത്തിലോ അങ്ങനെ എന്തെങ്കിലും ബൗളിൽ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. 4 ഇൻഗ്രീഡിയൻസിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് ആണ്. അത് നല്ലോണം ക്രഷ് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് ക്രഷ് ചെയ്യാൻ സഹായിനെ വേണമെങ്കിൽ വിളിക്കാം, നമുക്കിവിടെ സഹായം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി വേണ്ടത് അൺസോൾട്ടഡ് ബട്ടർ ആണ്. അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ക്രഷ് ചെയ്തേക്കുന്ന ബിസ്കോഫിന്റെ ബിസ്ക്കറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ബേസ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുത്തോ, നമ്മുടെ ചെറുതായി പോയി. അതിനകത്തേക്ക് ക്രീം ചീസും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും നമ്മുടെ ബിസ്കോഫിൻ്റെ ക്രീം കുറച്ചും കൂടി എടുത്തിട്ട് ഈ 3 കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. എത്രത്തോളം ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്. പക്ഷെ നമ്മുടെ പാത്രം ചെറുതായി പോയതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ആ ഒരു മിക്സും കൂടി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്തതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സംഭവം ഏകദേശം ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഫ്രീസറിൽ വെക്കണ്ട, താഴെ വെച്ചാൽ മതി കേട്ടോ. കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ മെൽറ്റഡ് ബിസ്കോഫ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശേഷം വീണ്ടും ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം കേട്ടോ. കുറച്ച് പണി വെട്ടിട്ടാണ് ഇത് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അവസാനം ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ആ ബിസ്ക്കറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവസാനിച്ചു.